ശബരിമലയിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഫ് സീസണിൽ KSRTC യാത്ര ദുരന്തം ആയതുകൊണ്ട് ഞാനും നന്ദുവും 2 വീലറിലാണ് യാത്ര ആരംഭിച്ചത്. മലയാള മാസം മീനത്തിലെ ഉത്രത്തിലാണ് അയ്യന്റെ ഉത്സവം നടക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ കൊടി കയറി മറ്റു ക്ഷേത്രങ്ങളേതുപോലെ തന്നെ 10ാം ദിവസമാണ് ആറാട്ട് നടക്കുന്നത്. പുണ്യനദിയായ പമ്പയിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യവുമുണ്ട്. വർഷങ്ങളായി പമ്പാനദി നേരിടുന്ന പ്രധാന പ്രശ്നം മാലിന്യമാണ്. പമ്പയിൽ കുളിക്കുന്ന സ്വാമിമാർ സ്നാനത്തിന് ശേഷം തങ്ങൾ അണിഞ്ഞിരിക്കുന്ന പഴയ വസ്ത്രങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്ന പതിവ് തുടർന്നു വരുന്നു. പമ്പയിലെ സ്നാനം ചെയ്യുന്നതിനോടൊപ്പം വസ്ത്രം പമ്പയിൽ ഒഴുക്കുമ്പോൾ സർവ്വപാവവും അതോടൊപ്പം ഒഴുകിപ്പോകും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശ്വരന്റെ നാളികേരം ഉടച്ച് ഉപദേവന്മാരെ തൊഴുതാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് 1991 മുതൽ ശബരിമലയിൽ കയറാൻ വിലക്കുള്ളതിനാൽ സ്വാമിമാരുടെ കൂടെ വരുന്ന സ്ത്രീജനങ്ങൾ പമ്പ ഗണപതി കോവിലിൽ സ്ഥിര സാന്നിധ്യമാണ്. ഇരുമുടിയില്ലാതെ വ്രതശുദ്ധിയോടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഗണപതി കോവിലിൽ കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. 300 രൂപയുടെ രസീത് വാങ്ങിയാൽ നെയ്ത്തേങ്ങ ഉൾപ്പെടെ ഇരുമുടി ഇവിടുന്ന് ലഭ്യമാണ്. സ്ത്രീ പ്രവേശത്തോടനുബന്ധിച്ചാകാം ഇപ്പോൾ വിർച്വൽ ക്യൂ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതുക. നീലിമല അടിവാരത്തു നിന്നും വഴി 2ആയി പിരിയുന്നു. നീലിമല പാതയും സ്വാമി അയ്യപ്പൻ റോഡുമാണ് ആ 2 വഴികൾ. ആയിരത്തി 1975 ഇറങ്ങിയ സ്വാമി അയ്യപ്പൻ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായി സിനിമ അണിയറ പ്രവർത്തകരാണ് ഈ റോഡ് പണിത് നൽകിയത്. ശബരിമലയിലേക്കും കടകളിലേക്കുമുള്ള സാധനങ്ങൾ ട്രാക്ടറിൽ കൂടി കൊണ്ടുപോകുന്നത് ഈ വഴിയാണ്. തീർത്ഥാടകരെ നീലിമല വഴിയാണ് ശബരിമലയിലേക്ക് കടത്തിവിടുന്നത്. ദർശനത്തിന് ശേഷം ചന്ദ്രയാൻ റോഡ് കൂടിയാണ് തിരികെ അയക്കുന്നത്. നീലിമല പാതയിൽ അപ്പാച്ചിമേട്, മരക്കൂട്ടം, ചന്ദ്രയാൻ റോഡ് വഴി സന്നിധാനത്തേക്ക് 3 കിലോമീറ്ററും സ്വാമി അയ്യപ്പൻ റോഡിലൂടെ മരക്കൂട്ടം, ചന്ദ്രയാൻ റോഡ് വഴി 3.5 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. പല തട്ടുകളായുള്ള നീലിമല കയറി എത്തുന്നത് അപ്പാച്ചിമേട്ടിലേക്കാണ്. ഭൂതനാഥന്റെ ആജ്ഞക്കാരനായ കടൂരവൻ ദുർദേവതകളെ അടക്കി പരിപാലിക്കുന്ന സ്ഥലമാണ് അപ്പാച്ചിമേട്. ദുർദേവതകളുടെ പ്രീതിക്കായി
ഇവിടെ ഇരുവശത്തുമുള്ള അപ്പാച്ചി ഇപ്പാച്ചി കുഴികളിൽ ഭക്തർ ഉണ്ട വഴിപാട് നടത്തിപ്പോരുന്നു. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് കാടൊക്കെ കരിഞ്ഞു. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ശബരി തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ശബരിപീഠം. കാനനത്തിലെ 7 കോട്ടകളിൽ ഒന്നാണ് ശബരിപീഠം. ശബരിക്ക് മോക്ഷം കിട്ടിയ സ്ഥാനം കൂടിയാണിത്. ഭക്തർ നാളികേരമുടച്ച് വഴിപാട് ഇവിടെ നടത്തിപ്പോരുന്നു. ശരംകുത്തിപ്പാത, നീലിമല പാത, ചന്ദ്രയാൻ റോഡ്, സ്വാമി അയ്യപ്പൻ റോഡ് എന്നിവ സംഗമിക്കുന്നത് മരക്കൂട്ടത്തിലാണ്. ഓഫ് സീസൺ ആയതുകൊണ്ടാകാം ധാരാളം വാഹനന്മാർ വഴികളിൽ കാണാൻ സാധിക്കും. ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കരുതെന്നും ഇവയെ പ്രകോപനമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുതെന്നും മിക്ക സ്ഥലങ്ങളിലും മലയാളം, തമിഴ്, ഹിന്ദി എന്ന ഭാഷകളിൽ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഭക്ഷണം നൽകുന്ന ഭക്തന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വർഷം മുതൽ ഭക്തന്മാരെ 18ാം പടി ചവിട്ടിയ ശേഷം ഫ്ലൈ ഓവർ കൂടിയല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഈ വർഷത്തെ ശബരിമല മേൽശാന്തി ശ്രീ അരുൺകുമാർ നമ്പൂതിരിയെ ചെറിയൊരു പരിചയം ഉള്ളതുകൊണ്ട് അയ്യനെ തൊഴുത ശേഷം ശ്രീ അരുൺകുമാർ നമ്പൂതിരിയെ കണ്ട് അനുഗ്രഹം വാങ്ങുവാനും സാധിച്ചു.
സമാധാനത്തോടും ആത്മസംതൃപ്തിയോടും അയ്യനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെയുള്ള ഓഫ് സീസണിൽ എത്തിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയ്യനെയും കണ്ട് മാളികപ്പുറത്ത് അമ്മയും വണങ്ങി നെയ്ത്തേങ്ങയും ഉടച്ച ശേഷമുള്ള നാളികേരം ആഴിയിൽ ഇട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.